guys, good morning. Happy New Year to everyone watching this video. അപ്പം എങ്ങനെയാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിത്ത് 2026 ആയാലോ? ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പം ഞാൻ പുറത്തൊക്കെ ഒന്ന് മടക്കി ബെഡൊക്കെ വെച്ചിട്ടാണ് കഴിച്ചു. അല്ലെങ്കിൽ പിന്നെ രാവിലെ തന്നെ പാവം അമ്മ വന്ന് എല്ലാ ദിവസവും പറയുന്നത് എത്ര സമയം പറഞ്ഞിട്ടുണ്ട് കൊബിയോ രാവിലെ എനിക്ക് ബെഡ് വെച്ചിട്ടുണ്ടോ പുറത്ത് മടക്കിക്കണം, ഒരു വസ്തു പറഞ്ഞാൽ കേൾക്കില്ല എന്ന് അമ്മയെ കൊണ്ട് പഠിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. സോ ഒന്ന് നല്ല കുട്ടി ആവാച്ചു. 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ എന്നാലും. അപ്പം ഞാൻ പോയി പല്ലൊക്കെ തേച്ച് ഇട്ടേ. ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോൾ അമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്ന് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. അത് കണ്ടപ്പോൾ അച്ഛൻ വൻ പുച്ഛം, ഫുൾ അട്ടർ പുച്ഛമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഓടി, അയ്യോ ഞാൻ മര്യാദയ്ക്കുള്ള ഡ്രസ്സിലൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഇപ്പം എന്താ, ആസ് യൂഷ്വൽ അച്ഛൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നേരെ പോയി എൻ്റെ കട്ടൻ കാപ്പി എടുത്ത് അതും കുടിച്ചു. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് വന്നു. പിന്നെ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ചേച്ചിയും ദേശേട്ടനെ വിളിച്ചു. അങ്ങനെ അവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന് പോകാൻ ടൈമായി. ന്യൂ ഇയർ ആയിട്ട് ഈ വീക്ക് മൊത്തം അച്ഛൻ ട്രാവലിങ്, അതിൻ്റെ സങ്കടം ആട്ടോ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് അമ്മ ദോശ ഉണ്ടാക്കി വെച്ചിരുന്നു, അതെനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ബ്രെഡ് റോസ്റ്റ് ചെയ്ത് വെച്ചു. ഗൈസ്, ഐ ഹേറ്റ് ദിസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ന്യൂ ഇയർ ആയിട്ട് എല്ലാ മാസവും സെക്കൻഡ് വീക്ക് വരുന്ന പീരീഡ്സ് രാവിലെ തന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എല്ലാ വേദനകളുമായിട്ട് വിഷ് ചെയ്യാൻ സന്തോഷമായി എനിക്ക്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഹോട്ട് ബാഗൊക്കെ വെച്ചിരുന്ന് പിന്നെ ഞാനൊരു ഓയിൽ മസാജൊക്കെ ചെയ്യാൻ വെച്ചു. ഒരു ഓയിൽ ഹെഡ് മസാജൊക്കെ ചെയ്ത് ഉള്ളിൽ കയറി ക്രിസ്മസ് ട്രീ ഒക്കെ മാറ്റി അമ്മേൻ്റെ പഴയ വിളക്കൊക്കെ ആ സ്പോട്ടിൽ വെച്ച് ഞാൻ കുറച്ച് സ്കിൻ കെയറും പരിപാടിയൊക്കെ ചെയ്ത് വേഗം പോയി കുളിച്ച് വന്ന് ഫുഡ് കഴിക്കായിരുന്നു. ഇന്ന് അമ്മ ബീട്രൂട്ട് റൈസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് അമ്മേൻ്റെ ഒരു അടിപൊളി ഐറ്റമാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ അതൊക്കെ കഴിച്ച് ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കഴിച്ച് ഒന്ന് വേഗം ഉറങ്ങി എണീച്ച് റെഡിയായി ടൗണിൽ പോകാണ്ടായിരുന്നു. ഞാൻ ഇന്നലെ സ്പെക്സിന് ഓർഡർ കൊടുത്തിരുന്നു. അപ്പോൾ ചെന്നൈ ഓപ്റ്റിക്കൽസ് പോയി ആ സ്പെക്സൊക്കെ മേടിച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി കലണ്ടൻസ് പോയി ഒരു ജ്യൂസും കുടിച്ച് ഞാൻ നേരെ അമ്മേൻ്റെ ഓഫീസിൽ പോയി. അപ്പം അമ്മ ചായ കുടിക്കാൻ പോകുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചായ അയക്കാം. അങ്ങനെ ചായയും കുടിച്ച് ഞാനും അമ്മയും കൂടെ ഗോകുലമാളിലോട്ട് പോയി. ഞാൻ അമ്മേൻ്റെ ഹെൽമെറ്റ് എടുക്കാൻ പറഞ്ഞു, അതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ സ്കൂട്ടറിൽ കയറിയില്ല, അമ്മ ബസ്സിൽ വന്നു. ഞാൻ ഗോകുലമാലെത്തി കുറച്ച് നേരം പോസ്റ്റ് ആയിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ വന്നു. പിന്നെ അമ്മ ഒരു 2 മണിക്കൂർ അവിടെയുള്ള എല്ലാ കടകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ടോ ഒന്നും മേടിച്ചില്ല. ലാസ്റ്റ് ഞങ്ങൾ നെസ്റ്റോ കയറി 2 സാധനമാണ് ആകെ മേടിച്ചത്. എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീട്ടിലെത്തി അമ്മ എൻ്റെ കണ്ണടയൊക്കെ നോക്കി ഇട്ട് നോക്കുന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് ഷോ ആയിരുന്നു. പുതിയ സാധനം ഇറക്കിയാൽ നമ്മൾ കുറച്ച് ഷോ എടുക്കണമല്ലോ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴേക്കും നമ്മൾ കേക്ക് ഓർഡർ ചെയ്ത് തന്നു. അതെത്തി. പിന്നെ അമ്മ അതിൻ്റെ അടുത്ത് കുറച്ച് വൈനൊക്കെ വെച്ച് ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ കോളിലും ചേച്ചി ചേട്ടൻ എല്ലാവരും ബിസി ആയിട്ട് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ കേക്ക് കട്ട് ചെയ്ത് ന്യൂ ഇയർ ആഘോഷിച്ച്. ഹാപ്പി ന്യൂ ഇയർ. സോ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും 2026 അതിൻ്റെ അടിപൊളിയായിരിക്കട്ടെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.